നമസ്തേ മക്കളെ, ഞാൻ നിങ്ങളുടെ പ്രസാദ് മാഷാണ്. നമ്മൾ ഇന്ന് 7ാം ക്ലാസ് ഹിന്ദിയുടെ ഓണ പരീക്ഷയ്ക്ക് വരാൻ പോകുന്ന കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസും പിന്നെ കുറച്ച് ഓൾ ഫോർമാറ്റ്സ് ഇൻ വൺ വീഡിയോ ആണ് നോക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്കറിയാം, പരീക്ഷയ്ക്ക് നമുക്ക് ഡയറി ഉണ്ടാവും, പോസ്റ്റർ ഉണ്ടാവും, റെപ്പർട്ട് തയ്യാറാക്കാനുണ്ടാവും. അപ്പോൾ അതിൻ്റെയൊക്കെ കുറച്ച് മോഡൽ നമ്മളിന്ന് ടച്ച് ചെയ്ത് പോവാണ്. എല്ലാവരും ശ്രദ്ധിച്ച് കാണുക, കേൾക്കുക. ഇതിൽ നിന്നുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഉണ്ടാവും. അപ്പോൾ ഈ മോഡൽ പഠിച്ചു പോയാൽ നിങ്ങൾക്ക് കുറേ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഫുൾ മാർക്ക് വാങ്ങാൻ പറ്റും, നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും. കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസും കൂടി നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നമുക്കറിയാം, ആദ്യം തന്നെ 7ാം ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് പോസ്റ്ററാണ്. പോസ്റ്റർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഏതെങ്കിലും ഒരു പരിപാടിയോ അതുപോലെ എന്തെങ്കിലും കാര്യങ്ങൾ നടക്കുമ്പോൾ അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി അട്രാക്റ്റീവായിട്ട്, ആകർഷകമായിട്ട് ഒരു ടൈറ്റിൽ, ഒരു സന്ദേശവാക്യം, കുറച്ച് പിക്ചേഴ്സ്, പിന്നെ ഒരു ഡേറ്റ്, പിന്നെ വല്ല ഫങ്ഷൻസ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഉദ്ഘാടകരാണ്, മഹനീയ സാന്നിധ്യം അല്ലെ, വ്യക്തി, മഹത് വ്യക്തി, മുഖ്യ അതിഥി ആരാണ്, അതൊക്കെ നമ്മൾ ആഡ് ചെയ്യും. ഡേറ്റ് മറക്കാതെ എഴുതണം, പ്രോഗ്രാമിൻ്റെ പേര് മറക്കാതെ എഴുതണം. അങ്ങനെയുള്ള പോസ്റ്ററിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് ആണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ആദ്യം അപ്പു കാ 12വാം ജന്മദിൻ സമാരോഹമാണ്. അപ്പുവിൻ്റെ 12ാം പിറന്നാളാണ്. അപ്പോൾ പിറന്നാൾ ആഘോഷത്തിൻ്റെ പോസ്റ്ററാണ് മക്കളെ നമ്മൾ നോക്കുന്നത്. ആദ്യം താരീഖ്. താരീഖ് എന്ന് പറഞ്ഞാൽ ദിനാങ്കാണ്, തിഥിയാണ്, ഡേറ്റ് ആണ്, തീയതിയാണ്. ഒരു പിറന്നാൾ ആഘോഷിക്കുമ്പോൾ പിറന്നാളിൻ്റെ ഒരു ഡേറ്റ് എന്തായാലും കൊടുക്കണം അല്ലേ, ജനിച്ച ദിവസം എന്തായാലും കൊടുക്കണം. അപ്പോൾ അപ്പുവിൻ്റെ പിറന്നാൾ ആഘോഷിക്കുന്നത് 2025 ഡിസംബർ 27 നമുക്കത് 2026 ആക്കാം അല്ലേ. 2026 ഡിസംബർ 27 ശനിയാഴ്ചയാണ് ആഘോഷിക്കുന്നത്. അതുപോലെ സമയം കൊടുക്കണം. എത്ര മണിക്കാ, രാത്രിയാണോ രാവിലെയാണോ, വരുന്ന ഗസ്റ്റിന് അറിയണ്ടേ, ഞം കിട്ടണ്ടേ, കേക്ക് മുറിക്കണ്ടേ. അപ്പോൾ പരിപാടിയുടെ സമയം മസ്റ്റായിട്ട് കൊടുത്തിരിക്കണം, ഡേറ്റ് മസ്റ്റായിട്ട് കൊടുത്തിരിക്കണം. പിന്നെ എവിടെ നിന്നാണ് പരിപാടി, ഓഡിറ്റോറിയത്തിൽ നിന്നാണോ, അമ്പലത്തിൽ നിന്നാണോ, വീട്ടിൽ നിന്നാണോ, അതൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കണം. അതോ വേറെ എവിടെന്നെങ്കിലാണോ, പ്രത്യേകിച്ച് റിസോർട്ടിൽ നിന്നാണോ? അല്ല, ഇത് അപ്പുവിൻ്റെ വീട്ടിൽ നിന്നാണ്. അപ്പു നിവാസ് പാലയിലുള്ള അപ്പുവിൻ്റെ വീട്ടിൽ നിന്നാണ്. കേക്ക് കട്ടിംഗ് ഉണ്ട്, സംഗീത നിശ ഉണ്ട് അല്ലേ, അന്താക്ഷരിയൊക്കെ നമുക്ക് കളിക്കാം, സരിഗമപ എന്നൊക്കെ പറഞ്ഞിട്ട് പ്രോഗ്രാംസ് ഒക്കെ ഉണ്ട്. എല്ലാവരും വരണം എന്നെങ്ങനെ പറയും, സബ്കാ സ്വാഗത്. എങ്ങനെ പറയും, സബ്കാ സ്വാഗത്. എല്ലാവരും വരണം, അപ്പുവിൻ്റെ പിറന്നാളിന് കേക്ക് കട്ടിങ്ങിന് എല്ലാവരും വരണം, സബ്കാ സ്വാഗതം എന്ന് പറയാം. അപ്പം ഇങ്ങനെയാണ് മക്കളെ ഒരു പിറന്നാളിൻ്റെ പോസ്റ്റർ തയ്യാറാക്കാൻ ചോദിച്ചാൽ എഴുതുക. ഇതിലെ ക്വസ്റ്റ്യൻ അനുസരിച്ച് വേണം ആൻസർ എഴുതാൻ. ക്വസ്റ്റ്യനിൽ വേറെ വല്ല പേരാണെങ്കിൽ ആ പേര് എഴുതണം, വേറെ വല്ല ആഘോഷമാണെങ്കിൽ അത് എഴുതണം. അപ്പോൾ അത് സെറ്റല്ലേ. ഇനി അടുത്ത ഒരു പോസ്റ്റർ എന്താണ്, മാജിദ് മജീദി കാ ജന്നത്ത് കെ ബച്ചേ ഫിലിം കാ പ്രദർശൻ. ഒരു ഫിലിം എക്സിബിഷൻ, ഒരു ഫിലിം പ്രദർശിപ്പിക്കുകയാണ് നിങ്ങളുടെ സ്കൂളിൽ. ഏത് സ്കൂളിലാണ്, ഒരു സ്ഥലം കൊടുക്കണം അല്ലേ, സ്കൂളിൻ്റെ പേര് കൊടുക്കണം. ABC സ്കൂൾ സ്മാർട്ട് റൂം എറണാകുളം. ABC സ്കൂളിൻ്റെ സ്മാർട്ട് റൂമിലാണ് നമ്മൾ ഈ സിനിമ കാണിക്കുന്നത്. സിനിമ കാണിക്കുന്ന ദിവസം കൊടുക്കണം അല്ലേ, 2026 ഡിസംബർ 23 വ്യാഴാഴ്ച, സോമവാർ എന്ന് പറഞ്ഞാൽ തിങ്കളാഴ്ച അല്ലേ, രവിവാർ സോമവാർ തിങ്കളാഴ്ചയാണ് കൊടുക്കുന്നത്. അതുപോലെ ഉദ്ഘാടകരാണ്, പ്രഥമാധ്യാപകാണ്. ആരാണ്, പ്രഥമാധ്യാപക്. അതുപോലെ മെഹമാൻ മാജിദ് മജീദിയാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് സിനിമയുടെ പ്രദർശനത്തിൻ്റെ പോസ്റ്റർ കൊടുക്കുക. അവിടെയും നമ്മൾ സബ്കാ സ്വാഗത് എന്ന് കൊടുത്തിട്ടുണ്ട്. സോ സബ്കാ സ്വാഗത് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ്, മറക്കരുത്, ശ്രദ്ധിക്കുക. അതേപോലെ പ്രകൃതി സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊരു പോസ്റ്റർ തയ്യാറാക്കാൻ പറഞ്ഞാൽ, പ്രകൃതി ഹമാര വരദാൻ ഹേ. പ്രകൃതി ഹമാര വരദാൻ ഹേ, ഇസേ ശോഷൺ മത് കരോ. പ്രകൃതി നമ്മുടെ വരദാനമാണ്, അതിനെ നമ്മൾ നശിപ്പിക്കരുത്. പര്യാവരൺ ബച്ചാവോ ജീവൻ ബച്ചാവോ. പര്യാവരൺ, പ്രകൃതിയെ സംരക്ഷിക്കൂ, ജീവിതം രക്ഷിക്കൂ. പ്രകൃതിക്ക് രക്ഷ ഹമാരി സുരക്ഷ. പ്രകൃതിയെ രക്ഷിക്കുക, അത് തന്നെയാണ് നമ്മുടെ സുരക്ഷ എന്ന് പറയുന്നത്. ഓക്കെ, പ്രകൃതിക്ക നാശ് ഹമാര വിനാശ്. പ്രകൃതി നശിച്ചു പോകുന്നത് നമ്മൾ നശിച്ചു പോകുന്നതിന് തുല്യമാണ്. ഇങ്ങനെയാണ് പോസ്റ്ററിലുള്ള സെൻറ്റൻസസ് എഴുതുക. ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിക്കുക. പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു പോസ്റ്റർ മിക്കവാറും പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതാണ് മക്കളെ. അതുപോലെ തന്നെയാണ് ജലം അമൂല്യമാണ് അല്ലേ, ജൽ അമൂല്യ ഹേ. ജലം അലുമിനിയം അല്ല, അമൂല്യമാണ്. പാനി ബച്ചാവോ ജീവൻ ബച്ചാവോ. വെള്ളം സംരക്ഷിക്കൂ, ജീവിതം സംരക്ഷിക്കൂ. വെള്ളത്തെ രക്ഷിക്കൂ, ജീവിതം രക്ഷിക്കൂ. പാനി നഹീ തോ ഹം നഹീ. വെള്ളമില്ലെങ്കിൽ നമ്മളില്ല, ജലമില്ലെങ്കിൽ ജീവനില്ല. പാനി നഹീ തോ കൽ നഹീ. ജലമില്ലെങ്കിൽ നാളെയുമില്ല. ഓക്കെ, പാനി കി രക്ഷ ഹമാരി സുരക്ഷ.
ജലത്തിൻ്റെ രക്ഷ, വെള്ളത്തിനെ രക്ഷിക്കൽ, ഹമാരി സുരക്ഷ, നമ്മളെ രക്ഷിക്കൽ, ഹർ ബൂന്ത് ബച്ചാവോ, ഓരോ തുള്ളിയും സംരക്ഷിക്കുക എന്നാണ് പറയുന്നത്. അടുത്തത് മക്കളെ റെപ്പട്ടാണ്. റെപ്പട്ട് തയ്യാറാക്കാനാണ് പറയുന്നത്. റെപ്പട്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, ഏതെങ്കിലും ഒരു സംഭവവുമായി ബന്ധപ്പെട്ടിട്ട് നമ്മളൊരു കാര്യങ്ങൾ റിപ്പോർട്ട് രൂപത്തിൽ എഴുതുന്നതാണ് റെപ്പട്ട്. അപ്പോൾ എന്ത് കാര്യം അല്ലേ, ഘടന, ക്വസ്റ്റ്യൻ എന്താണ് എന്ന് ആദ്യം വായിച്ച് മനസ്സിലാക്കുക. ഏത് കാര്യവുമായി ബന്ധപ്പെട്ട സംഭവമാണ് റിപ്പോർട്ടിൽ വേണ്ടത്. പിന്നെ ക്യാ എന്ന് പറഞ്ഞാൽ എന്താണ്, എന്ത് അല്ലേ, എന്താണ് കാര്യം. കബ് എപ്പോൾ, എപ്പോഴാണ് കാര്യം. കഹാം എവിടെയാണ് കാര്യം. ക്യോം എന്തിന് അല്ലേ, എന്തുകൊണ്ട്, എങ്ങനെ. കൈസേ എങ്ങനെ. അപ്പോൾ ഒരു സംഭവം അല്ലേ, അപ്പോൾ ഒരു വാഹനാപകടം നടന്നു. ക്യാ എന്താണ് നടന്നത്, വാഹന അപകടമാണ് നടന്നത്, ദുർഘടനയാണ് നടന്നത്, വാഹന അപഘാതമാണ് നടന്നത് അല്ലേ. പിന്നെയോ കബ് എപ്പോഴാണ് നടന്നത് അല്ലേ, ഭൂകമ്പമാണ് നടന്നത്. അപ്പോൾ എപ്പോഴാണ് നടന്നത്, കഴിഞ്ഞ മാസം അല്ല കഴിഞ്ഞ ദിവസം രാത്രി 10 മണിക്കാണ് നടന്നത്. കഹാം എവിടെയാണ് നടന്നത്, വയനാട്ടിലാണ് നടന്നത്. ക്യോം അല്ലേ, എങ്ങനെ, എന്തിന്. കൈസെ എങ്ങനെ, ഓക്കെ, എങ്ങനെ നടന്നു. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ചിട്ട് വേണം റിപ്പോർട്ട് തയ്യാറാക്കാൻ. ആ ഡീറ്റെയിൽസ് കൊടുക്കുക, ഒരു മോഡൽ റിപ്പോർട്ട് എഴുതുക. ഓക്കെ, അതേപോലെ ഡയറി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ ക്ലാസ്സിലും എല്ലാ പരീക്ഷയ്ക്കും ചോദിക്കുന്നൊരു സാധനമാണ് ഡയറി. വളരെ ഈസി ക്വസ്റ്റ്യൻ ആണ്, ഫുൾ മാർക്സ് വാങ്ങാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ഫോമാറ്റാണ് ഡയറി. ഡയറിയിൽ മസ്റ്റായിട്ട് വേണ്ടത് മക്കളെ ഡേറ്റ് വേണം, സമയം വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാം, ആഴ്ചയുടെ പേര് എഴുതാം. ഓക്കെ, 11 മാർച്ച് 2026, അതുപോലെ രാത്രി 10 മണി, ശനിയാഴ്ച, വെള്ളിയാഴ്ച, അങ്ങനെ എഴുതാം. ഓക്കെ, അപ്പോൾ കണ്ടോ, 25 നവംബർ 2023 മംഗൾവാർ, ആ ഡയറി എഴുതിയ ദിവസമാണ് കേട്ടോ. മംഗൾവാർ, രവിവാർ, സോമവാർ, മംഗൾവാർ, ചൊവ്വാഴ്ച രാത്രിയാണ് എഴുതിയത് കേട്ടോ. അപ്പോൾ ഡേറ്റ് നിർബന്ധമായിട്ടും ഡയറിയിൽ എഴുതിയിരിക്കണം കേട്ടല്ലോ, സെറ്റല്ലേ. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ സന്തോഷത്തിൻ്റെ ഒരു അനുഭവം പങ്കുവയ്ക്കുന്ന ഡയറിയാണ്. നമുക്ക് സന്തോഷത്തിൻ്റെ അനുഭവം പങ്കുവയ്ക്കാനും ഡയറി എഴുതാം, സങ്കടത്തിൻ്റെ ഡയറിയും പങ്കുവെക്കാൻ ഡയറി എഴുതാം. അപ്പോൾ ഇന്നിപ്പോൾ ആരെങ്കിലുമൊക്കെ ജനിച്ചു, നമുക്കൊരു അനിയനുണ്ടായി, അപ്പോൾ വളരെ നമുക്ക് മറക്കാൻ പറ്റാത്ത, അല്ലെ, ലൈഫിൽ മറക്കാൻ പറ്റാത്തൊരു സംഭവമാണ്, നമുക്ക് സ്വന്തമായിട്ടൊരു അനിയനുണ്ടായി. അപ്പോൾ നമ്മൾ എഴുതാണ്, ഇന്ന് എനിക്ക് ജീവിതത്തിൽ മറക്കാൻ പറ്റില്ല, എനിക്ക് അനിയനുണ്ടായി. അതുപോലെ ഒരു സാഡ് വരുമ്പോൾ നമുക്ക് ഇന്നും എനിക്ക് മറക്കാൻ പറ്റില്ല, അല്ലെ, എൻ്റെ അച്ഛൻ മരിച്ചുപോയി, അല്ലെങ്കിൽ എൻ്റെ അമ്മ മരിച്ചുപോയി, അല്ലെങ്കിൽ എൻ്റെ അമ്മൂമ്മ മരിച്ചുപോയി, അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ട പട്ടിക്കുട്ടി മരിച്ചുപോയി, അങ്ങനെയൊക്കെ നമുക്ക് എഴുതാം. അപ്പോൾ ഇത് ഹാപ്പിയാണ്, ഹാപ്പി ആയിട്ടുള്ളൊരു സാധനം എഴുതുന്ന ഡയറിയാണ്. ഖുഷി അല്ലേ, ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഖുഷി, സന്തോഷം. കണ്ടോ, ആജ് കാ ദിൻ, ഇന്നത്തെ ദിവസം, മേരെ ലിയേ, എനിക്ക്, ഖുഷി കാ ദിൻ ഥാ, വളരെയധികം സന്തോഷത്തിൻ്റെ, ആനന്ദത്തിൻ്റെ ദിവസമായിരുന്നു. ഇന്നത്തെ ദിവസം എന്നെ സംബന്ധിച്ച് സന്തോഷത്തിൻ്റെ ദിവസമായിരുന്നു. ഇസ് ദിൻ മൈം കൈസേ ഭൂലൂം, ഇന്നത്തെ ദിവസം ഞാൻ എങ്ങനെ മറക്കും അല്ലേ, എങ്ങനെ നീ മറക്കും കുയിലേ, അങ്ങനെ ഒരു പാട്ടുണ്ട്. അപ്പോൾ എങ്ങനെ ഞാൻ മറക്കേണ്ടു, എങ്ങനെ ഞാൻ മറക്കേണ്ടു, ഇന്നത്തെ ദിവസം ഞാൻ കൈസേ ഭൂലൂം അല്ലേ, ആജ് കാ ദിൻ കൈസേ ഭൂലൂം, ആജ് കാ ദിൻ ഞാൻ കൈസേ ഭൂലൂം, ഇന്നത്തെ ദിവസം ഞാൻ എങ്ങനെ മറക്കും, എപ്പടി മറക്ക മുടിയും അല്ലേ, ഇന്നൊക്കെ മറക്ക മുടിയാത്, ഇന്ന നാള് എനിക്ക് പെരുമയാണ് നാള് അല്ലേ. ഡയറി ഞാൻ ക്യാ ലിഖും, ഞാൻ എന്തെഴുതും, ഞാൻ ഡയറിയിൽ ഞാൻ എന്തെഴുതും, അയ്യോ എനിക്ക് എഴുതാനൊന്നും വാക്കുകൾ കിട്ടുന്നില്ല, ഞാൻ സന്തോഷം കൊണ്ട് എനിക്ക് ഇരിക്കാൻ വയ്യേ അല്ലേ, എനിക്ക് ഡയറിയിലൊന്നും എഴുതാൻ കിട്ടുന്നില്ല. കെയ്സേ ലിഖും, ഞാൻ എങ്ങനെ എഴുതും, അയ്യോ എനിക്ക് എഴുതാനും വായിക്കാനുള്ള ഒരു എൻ്റെ തല ഇങ്ങനെ ഹാപ്പി ആയിട്ട് എനിക്ക് കണ്ണൊന്നും കാണുന്നില്ല അല്ലേ. ചിലപ്പോൾ സന്തോഷം കൊണ്ട് എനിക്ക് കരച്ചിൽ വരുന്നു എന്നൊക്കെ നമ്മൾ പറയും അല്ലേ. അതുപോലെ എനിക്ക് എന്ത് ചെയ്യണമെന്ന് ഒരു ഐഡിയ കിട്ടുന്നില്ല, ഞാൻ അത്രയും ഹാപ്പിയാണ്, സന്തോഷം കൊണ്ട് എനിക്ക് ഇരിക്കാൻ വയ്യേ അല്ലേ. ഖുഷി ബയാൻ കർണയ്ക്ക് ലിയേ ശബ്ദ നഹി മിൽത്തെ, ശബ്ദം എന്ന് പറഞ്ഞാൽ വേർഡ്സ് ആണ്, വാക്കുകളാണ്. സന്തോഷം വർണ്ണിക്കാൻ എനിക്ക് വാക്കുകളേ കിട്ടുന്നില്ല. അങ്ങനെ എഴുതി 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 വന്നിട്ട് ഈ കുത്തിട്ടിരിക്കുന്നത് എന്താണ്, പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യത്തിൻ്റെ ഡീറ്റെയിൽസ് എഴുതാനാണ്. അപ്പോൾ എന്താണ് കാര്യം, പിറന്നാളാണെങ്കിൽ പിറന്നാൾ, അനിയനുണ്ടായതാണെങ്കിൽ അനിയനുണ്ടായത്, വല്ല പുതിയ വണ്ടി വാങ്ങിയതാണെങ്കിൽ വണ്ടി വാങ്ങിയത്, ആ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ആ കുത്തിട്ട സ്ഥലത്ത് ആഡ് ചെയ്യുക. മനസ്സിലായോ, സിമ്പിളാണ്. അതുപോലെ ഇസ് ഘടനയ്ക്ക് ബാരമേ സോച്ചുകർ ഖുഷി സേ മുझे നീന്ത് ബി നഹി ആത്ത, ഈ സന്തോഷമുള്ള കാര്യത്തെക്കുറിച്ച് ആലോചിച്ചിട്ട് സന്തോഷം കൊണ്ട് എനിക്ക് ഉറക്കം പോലും വരുന്നില്ല. ഹാപ്പി ഹാപ്പി ഹാപ്പി, ഹാപ്പിയുള്ള എന്ത് കാര്യത്തെ കുറിച്ച് എഴുതിയാലും നിങ്ങൾക്ക് ഈ സെൻറ്റൻസസ് എന്ത് ചെയ്യാം, അതുപോലെ കോപ്പി ചെയ്ത് പഠിച്ച് എഴുതാം. ഇനി സങ്കടത്തെക്കുറിച്ച് ചോദിച്ചാലോ, എനിക്ക് പ്രിയപ്പെട്ട എൻ്റെ പപ്പിക്കുട്ടി, എൻ്റെ പട്ടിക്കുട്ടി, എൻ്റെ പിള്ള മരിച്ചുപോയി, അങ്ങനെയൊക്കെ ആണെങ്കിൽ എന്തെഴുതും, ദുഃഖം അല്ലേ.
അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എൻ്റെ ഒരു ഫ്രണ്ട് മരിച്ചുപോയി, അല്ലെങ്കിൽ ആക്സിഡൻ്റ് ആയി, അല്ലെങ്കിൽ എന്നെ വിട്ടിട്ട് വേറെ എങ്ങോട്ടോ പോയി, സ്ഥലം മാറിപ്പോയി, അല്ലെങ്കിൽ എൻ്റെ ക്ലാസ്മേറ്റിൽ എൻ്റെ സ്കൂളിലെ ബെസ്റ്റ് ഫ്രണ്ട് സ്കൂൾ മാറിപ്പോയി. അപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റാത്ത സങ്കടമാണ്, ബേജാറാണ്, വിഷമമാണ്. അയ്യോ 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 അല്ലേ. എന്താണ് അപ്പോൾ എഴുതുക? ആജ് കാ ദിൻ മേരെ ലിയേ ദുഃഖ് ഭരാ ദിൻ ഥ. ഇന്നത്തെ ദിവസം എനിക്ക് വളരെയധികം സാഡാണ്, ദുഃഖം നിറഞ്ഞ, ഡിസപ്പോയിൻ്റ് അല്ലെ, സോറോ, നമുക്ക് വളരെയധികം സങ്കടമുള്ള സാഡായിട്ടുള്ള ഒരു ദിവസമാണ്. ഇസ് ദിൻ മൈം കൈസേ ഭൂലു. ഇന്നത്തെ ദിവസം ഞാൻ എങ്ങനെ മറക്കും? അയ്യോ അയ്യോ അയ്യോ, ഇന്നത്തെ ദിവസം എന്നാൽ മറക്ക മുടിയാതെ. നേരത്തെ പറഞ്ഞ സെയിം സാധനം, പക്ഷെ ഫീലിംഗ് ഡിഫറെൻ്റ് ആണ്. അത് ഹാപ്പിയാണ്, ഇത് സങ്കടമാണ്, അത് സന്തോഷമാണ്, ഇത് ദുഃഖമാണ്. ഓക്കെ. ഡയറി മേ ക്യാ ലിഖും. ഡയറിയിൽ ഞാൻ എന്തെഴുതും? ബേജാറ് കൊണ്ട് എനിക്കൊന്നും എഴുതാൻ പറ്റുന്നില്ല. ദുഃഖം ദുഃഖം ദുഃഖം, സങ്കടം എന്ന് എഴുതണ്ട, ദുഃഖം എന്ന് എഴുതിയാൽ മതി കേട്ടോ. ദുഃഖ്. കൈസേ ലിഖും, എങ്ങനെ എഴുതും? അയ്യോ എങ്ങനെ എഴുതും? മേരെ ഹാത്ത് കാമ്പ് രഹേ. എൻ്റെ കൈ വിറയ്ക്കുകയാണ്, എനിക്ക് സങ്കടം വന്നിട്ട്, കരച്ചിൽ വന്നിട്ട് എനിക്ക് എഴുതാനൊന്നും പറ്റുന്നില്ല എന്നാണ് പറയുന്നത്. സെറ്റല്ലേ? ഹേ ഭഗവാൻ, അല്ലയോ ദൈവമേ. ഹേ എന്ന് പറയുമ്പോൾ മുകളിൽ ഒരു വരയാണ് കേട്ടോ. ഹേ, അല്ലയോ എന്നാണ് അർത്ഥം കേട്ടോ. ഏ ദൈവമേ, അല്ലയോ ദൈവമേ, ക്യോ മുझे ऐसा സജാ ദിയ. എനിക്ക് എന്തിനാണ് ഇങ്ങനത്തെ ഒരു ശിക്ഷ തന്നത് അല്ലേ? എനിക്ക് ഇങ്ങനത്തെ ഒരു ശിക്ഷ തന്നത് എന്ത്? ഞാൻ എന്ത് തെറ്റിയതിലാണ് നിങ്ങൾ എന്നെ ഇങ്ങനെ ശിക്ഷിച്ചത്? പരീക്ഷയ്ക്ക് ഞാൻ തോറ്റുപോയി, അയ്യോ ഞാൻ എന്ത് തെറ്റ് ചെയ്തു ദൈവമേ. ഇസ് ഘടനയ്ക്ക് ബാരമേ സോച്ചുകർ മുझे നീന്ത് ബി നഹി ആത്ത. ഈ ഒരു സംഭവത്തെക്കുറിച്ച് ആലോചിച്ചിട്ട് എനിക്ക് ഉറക്കം പോലും വരുന്നില്ല എന്നാണ് പറയുന്നത്. ഓക്കെ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഡേറ്റ്, സമയമൊക്കെ എഴുതാൻ മറക്കരുത്. ഡേറ്റും വർഷവും ഇയറും ഒക്കെ എഴുതുക ഡയറിയിൽ, മസ്റ്റായിട്ട് വേണ്ട സാധനം അതാണ്. ബാക്കി പരീക്ഷയിൽ ചോദിക്കുന്ന ചോദ്യത്തിൻ്റെ ആ സാധനം ഈ നടുക്കുള്ള ഗ്യാപ്പായിട്ട്. അപ്പോൾ പാരഗ്രാഫ് തിരിച്ച് എഴുതുക. ഒരു ഇൻട്രൊഡക്ഷൻ ഉണ്ടാവണം, ഒരു ബോഡി ഉണ്ടാവണം, എന്താണ് ക്വസ്റ്റ്യൻ, അതിനനുസരിച്ചുള്ള ഡയറി എഴുതുക. പിന്നെ ഒരു ചെറിയ കൺക്ലൂഷൻ ഇതുപോലെ. അടുത്തത് പത്രമാണ്. ഇപ്പം ഞാൻ ഇൻട്രൊഡക്ഷൻ, ബോഡി, കൺക്ലൂഷൻ എന്ന് പറഞ്ഞപ്പോൾ നിങ്ങളുടെ മൈൻഡിലേക്ക് പത്രം വന്നില്ലേ? കാരണം അതും ഖത്തിൻ്റെ പത്രത്തിൻ്റെ ചിട്ടിയുടെ അതേ ഒരു സ്ട്രക്ചറാണ് അല്ലേ. കത്തിൽ എന്ത് വേണം? പ്രിയമിത്ര, ആദ്യം സംബോധന വേണം. പിന്നെ റൈറ്റ് സൈഡിൽ മുകളിൽ ഡേറ്റും പ്ലേസും നിർബന്ധമായിട്ടും എഴുതണം. ഫ്രണ്ടിനുള്ള കത്താണിത്. പ്രിയമിത്രമേ, ഓ മൈ ഡിയർ ഫ്രണ്ട്, തും കൈസേ ഹോ, ഹൗ ആർ യു അല്ലേ? ഹൗ ആർ യു, എന്തൊക്കെയുണ്ട് മോനെ വിശേഷം? പഠായി കൈസേ ചൽ രഹാ ഹേ, ഹൗ ഈസ് യുവർ സ്റ്റഡീസ് ഗോയിങ് ഓൺ അല്ലേ? നിൻ്റെ പഠിപ്പ് എങ്ങനെയാണ് പോകുന്നത്? നന്നായി പോകുന്നോ? ഘർ മേ സബി ലോഗ് ഖുഷി മേ ഹേ നാ, നിൻ്റെ വീട്ടിലെല്ലാവർക്കും സുഖം തന്നെയാണോ? ഏക് ബാത്ത് ബത്താനെ കെ ലിയെ മൈ മേഹ പത്ര ലിഖ് രഹാ ഹൂം. ഞാനൊരു കാര്യം പറയാനാണ് ഈ കത്ത് എഴുതുന്നത്. എന്നിട്ട് അവിടെ കുത്ത് കണ്ടോ? അവിടെ എന്തെഴുതുക? നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ ചോദിച്ച ആ കാര്യം എഴുതുക. പരീക്ഷയ്ക്ക് ഏത് ക്വസ്റ്റ്യൻ ആണോ ചോദിച്ചത് അത് ഈ കത്തിൻ്റെ അകത്ത് ആഡ് ചെയ്യുക. ലാസ്റ്റ് എങ്ങനെ കൺക്ലൂഡ് ചെയ്യും? തുझे देख कर कितने दिन हो गए, നിന്നെ കണ്ടിട്ട് എത്ര ദിവസമായി? छुट्टी मिला तो घर आ जाना, വാപ്പസി പത്ര की इंतजार में. ലീവ് കിട്ടിയാൽ എന്ത് ചെയ്യുക? വീട്ടിലേക്ക് വരണം. छुट्टी എന്ന് പറഞ്ഞാൽ ലീവാണ്. അവധിയായാൽ വീട്ടിലേക്ക് വരൂ. മറുപടി കത്തിനായി കാത്തിരുന്നു കൊണ്ട് നിൻ്റെ സ്വന്തം ഫ്രണ്ട് ഹസ്താക്ഷർ. അപ്പം ഒരു കത്ത് അയക്കുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രമും ടു ഒക്കെ എഴുതാം. സേവാമയം എന്ന് എഴുതിയിട്ട് അവരുടെ അഡ്രസ്സൊക്കെ എഴുതാം. ടു. ഓക്കെ. പത്ത എന്ന് പറഞ്ഞ അഡ്രസ്സാണ് കേട്ടോ. പത്ത അഡ്രസ്സ്. അപ്പോൾ ഇതൊക്കെ കത്തിൽ നിർബന്ധമായിട്ടും ഫ്രമും ടൂവും. സേവാമയം എന്നുള്ള വാക്ക് പഠിക്കണേ. പിന്നെ പ്രിയമിത്ര പഠിക്കുക, താരീഖ്, ഡേറ്റ്, ഇതൊക്കെ പഠിക്കുക. ഓക്കെ മക്കളെ. അപ്പോൾ അത് ഓൾ ഫോർമാറ്റ്സിൻ്റെ കുറച്ച് എക്സാമ്പിൾ നമ്മൾ നോക്കി. ഇനി നമുക്ക് മോഡലായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. പരീക്ഷയ്ക്ക് ഇതിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഉറപ്പായിട്ടും ഉണ്ടാകും, ഗ്യാരണ്ടിയാണ് കേട്ടോ. അപ്പോൾ 7ാം ക്ലാസ്സിലെ ഖുദ് സേ പ്യാർ എന്ന് പറയുന്ന നമ്മുടെ ഒന്നാമത്തെ പാഠ് 1 ഖുദ് സേ പ്യാർ. ओके. सारे जगने न्यारी हो, क्या अर्थ है? सारे जगने न्यारी हो क्या अर्थ है? माँ दुनिया में सबसे बुरी है, माँ दुनिया में सबसे साधारण है, माँ दुनिया में सबसे अलग और अनोखी है. माँ दुनिया में किसी से प्यार नहीं करते. ओके. അപ്പോൾ माँ तुम कितनी भोली भाली, कितनी प्यारी प्यारी हो, दिल से सच्ची मिसरी हो, सारे जग से न्यारी हो. ओके. അപ്പോൾ മക്കളെ, നിങ്ങൾക്ക് പുറമേ നിന്നുള്ള ഒരു 4 വരി, ഇതുപോലത്തെ ഒരു പുറമേ നിന്നുള്ള ഒരു 4 വരി കൊടുത്തിട്ട് എഴുതാൻ പറഞ്ഞാൽ ഒരു
എന്താ പറയുക, ആ ചോദ്യം വായിച്ചിട്ട് ആ കവിത ഒരു പ്രാവശ്യം വായിച്ചാൽ തന്നെ ഈസി ആയിട്ട് ഉത്തരം കിട്ടും. അപ്പോൾ ഇതിലിപ്പോൾ ആ ഉത്തരമാണ് ജഗ്സെ ന്യാരി ഹോ സബ്സെ അലഗ ഓർ അനോഖി ഹെ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അമ്മേനെ കുറിച്ചുള്ള ആ ഒരു 4 വരി. അതുപോലെ കവിതയുടെ ആശയം ചോദിച്ചിട്ട് പുറമേ നിന്നുള്ള ഒരു 4 വരി ചോദിക്കും. അപ്പോൾ ഈ നിങ്ങളുടെ പഠിക്കാനുള്ള ഖുദ് സെ പ്യാർ എന്നുള്ള കവിതയിൽ നിന്ന് തന്നെയാണ് ചോദ്യം വരുന്നെങ്കിൽ ദരഖ്ത് അപ്നെ ഫൂലോം സെ ഇത്നാ പ്യാർ കരേ കി വോ ദേ സകെ ഫൂൽ ദുനിയാ കോ ഭി. അങ്ങനെ ഒരു കവിതയിൽ നിന്ന് ഒരു 4 വരി ചോദിച്ചിട്ട് നിങ്ങളോട് ചോദിക്കുകയാണ് ദരഖ്ത് സെ അപ്നെ ക്യാ സംജ. എന്താണ് ചോദ്യം അല്ലേ? ദരഖ്ത് സെ ആപ്നെ ക്യാ സംജ. എന്താണ് ദരഖ്ത് എന്ന് ചോദിച്ചാൽ എന്ത് എഴുതണം? ദരഖ്ത് പറഞ്ഞാൽ എന്താ അർത്ഥം? പേട് എന്നാണ് കേട്ടോ. അപ്പോൾ ദരഖ്ത് എന്താണെന്ന് ചോദിച്ചാൽ എഴുതുക പേട്. അതുപോലെ ഖുദ് സെ പ്യാർ കർണ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? മൈൻ ഖുദ് സെ ഇത്തന പ്യാർ കരും കി ദേശക്കും പ്യാർ ദുനിയാ കോ ഭി. ലോകത്ത് മുഴുവൻ സ്നേഹം കൊടുക്കാൻ പാകത്തിന് ഞാൻ സ്വയം സ്നേഹിക്കും അല്ലേ? അപ്പോൾ ഹമാരെ അന്തർ പ്യാർ ഭർക്കർ സബ്കോ പ്യാർ കരെ. നമ്മുടെ ഉള്ളിൽ സ്നേഹം നിറച്ചിട്ട് നമ്മളെല്ലാവരെയും സ്നേഹിക്കുക. അപ്പോൾ അങ്ങനെ കവിത എന്നുള്ള വരികൾ കൊടുത്തിട്ട് ചോദിക്കും. അതുപോലെ രണ്ടാമത് സാഫ് സഫായി മേം അവൽ ഗാവ് എന്ന് പറഞ്ഞിട്ടൊരു കവിത ഉണ്ടല്ലേ. മാവലിനോങ് ഗാവ് മേം കോൺ കോൺ സഫായി മേം ലഗ് ജാത്തെ ഹേ. മാവലിനോങ് എന്ന് പറയുന്ന ഗ്രാമത്തിൽ ആരൊക്കെയാണ് ഈ ക്ലീനിങ് പ്രോസസ്സിൽ വരുന്നത് അല്ലേ? അപ്പോൾ നോക്കിയേ ആരൊക്കെയാണ്? ആ और ഈ ആണ്. അപ്പോൾ ആ और ഈ എന്ന് പറയുമ്പം മഹിള പുരുഷ് ബച്ചെ എല്ലാവരും അല്ലേ? അവിടെ പണിക്കാരല്ല, എല്ലാവരും ആണുങ്ങളും പെണ്ണുങ്ങളും കുട്ടികളും എല്ലാവരുമാണ് ക്ലീൻ ചെയ്യുന്നത്. അല്ലാതെ പ്രത്യേകിച്ച് കർമ്മചാരികൾ, ഓഫീസേഴ്സ്, ക്ലീനിങ് സ്റ്റാഫുകളല്ല. അതുപോലെ പ്ലാസ്റ്റിക് पर्यावरण प्रदूषण को बढ़ाने वाली चीज़ से है संदेश देते हुए एक പോസ്റ്റർ തയ്യാർ കരെ. പരീക്ഷയ്ക്ക് ഈ ചോദ്യം വരാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം കുറയ്ക്കാൻ വേണ്ടി പോസ്റ്റർ ഉണ്ടാക്കുക എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചോദ്യം. അപ്പോൾ പ്ലാസ്റ്റിക് മുക്ത് പര്യാവരണ അഭിയാൻ, പ്ലാസ്റ്റിക് ഇല്ലാത്ത ഒരു പരിസ്ഥിതി, പര്യാവരണം, ഒരു എൻവിറോൺമെൻറ്റ് നമ്മൾ സൃഷ്ടിക്കണം. നിങ്ങൾക്ക് സാഫ് സഫായി അവൽ ഗാവിൽ എൻവിറോൺമെൻറ്റിനെ കുറിച്ചും പൊല്യൂഷനെ കുറിച്ചും പ്രദൂഷണത്തെക്കുറിച്ചും പ്ലാസ്റ്റിക്കിനെ കുറിച്ചും ഒക്കെ ഉള്ളതുകൊണ്ട് മിക്കവാറും പ്ലാസ്റ്റിക് അല്ലെങ്കിൽ പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പോസ്റ്ററോ നോട്ടീസോ ഒക്കെ പരീക്ഷയ്ക്ക് എന്തായാലും ചോദിക്കും, ഉറപ്പാണ്. സോ ശ്രദ്ധിക്കുക. പ്ലാസ്റ്റിക് മുക്ത് പര്യാവരൺ അഭിയാൻ. സോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് എക്സാം ഓറിയൻറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ. പ്ലാസ്റ്റിക് കോ കഹേ നാ പര്യാവരൺ കോ ബനായേം സ്വച്ഛ് വ ഹരാ ഭര. പ്ലാസ്റ്റിക്കിനോട് പറയൂ നോ, പരിസ്ഥിതിയെ പച്ചപ്പുള്ളതാക്കി തീർക്കൂ. കപ്പടെ വ ജൂട്ട് കെ थैलों का प्रयोग करें. പ്ലാസ്റ്റിക് കച്ചറേ സെ अपनी പ്രകൃതി की രക്ഷ करें. തുണി സഞ്ചി ഉപയോഗിക്കുക. അതുപോലെ തന്നെ പ്ലാസ്റ്റിക് മലിനീകരണത്തിൽ നിന്ന് നമ്മുടെ പ്രകൃതിയെ രക്ഷിക്കുക. മാവിലനോं के लोग कूड़े कचरे इकट्ठा कर किसके लिए इस्तेमाल करते हैं. അവരെന്തിനാണ് ഈ വേസ്റ്റൊക്കെ ഉപയോഗിക്കുന്നത്? അവർ വളമാക്കിയിട്ട് അല്ലെ കൃഷിക്ക് വേണ്ടിയിട്ടൊക്കെ വേസ്റ്റ് ഉപയോഗിക്കും, കമ്പോസ്റ്റൊക്കെ ഉണ്ടാക്കും. स्वस्थ रहने के लिए पर्यावरण को साफ रखना है यह संदेश देने वाला एक പോസ്റ്റർ തയ്യാർ കരെ. ആരോഗ്യമായിട്ടിരിക്കണമെങ്കിൽ നമ്മൾ പരിസ്ഥിതിയെ ക്ലീൻ ആക്കി വെക്കണം, അതിൻ്റെ ഒരു പോസ്റ്റർ ഉണ്ടാക്കുക. അപ്പോൾ ചിത്രമൊക്കെ വരയ്ക്കുക. സ്വച്ഛതാ ഹി സ്വാസ്ഥ്യ കി കുഞ്ചി ഹെ. ഹെൽത്ത് തന്നെയാണ് ആരോഗ്യത്തിൻ്റെ, വൃത്തി തന്നെയാണ് ഹെൽത്തിൻ്റെ ഒരു താക്കോൽ. സ്വച്ഛ ഗാവ് സ്വസ്ഥ സമാജ്, ക്ലീൻ വില്ലേജ് ക്ലീൻ സൊസൈറ്റി, സുന്ദർ ഭവിഷ്യ കാ യഹി ഹെ രാജ്. നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാണെങ്കിൽ നമ്മൾ എന്ത് വേണം? വൃത്തിയും വെടിപ്പുമുള്ള ഒരു സമൂഹത്തെ കൊണ്ടുവരണം. ഓക്കെ. ഗീല അവർ സൂഖ കച്ചറ അലഗ് അലഗ് രഖേ. നമ്മൾ നനഞ്ഞതും അതുപോലത്തെ ഉണക്കുമായിട്ടുള്ള നമ്മൾ ജൈവ അജൈവ, നിങ്ങൾ റെയിൽവേ സ്റ്റേഷനിലൊക്കെ പോകുമ്പോൾ അവിടെ ജൈവ വേസ്റ്റ് അല്ലെ, ജൈവ മാലിന്യം അതുപോലെ അജൈവ മാലിന്യം 2 പെട്ടിയുണ്ട് അല്ലേ. അപ്പോൾ ജൈവ് അജൈവ് കൂടാ കച്ചറ के लिए दोनों अलग अलग डिब्बा लगाया है. 2 अलग अलग പാത്രങ്ങൾ വെച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ അജൈവ് ജൈവ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് പെട്ടിയൊക്കെ വരച്ചിട്ട് എഴുതാം, റെയിൽവേ സ്റ്റേഷനിലുള്ളതുപോലെയൊക്കെ എഴുതാം. അതുപോലെ കൂടേസെ ജൈവിക് ഖാദ്യ ബനായ ഖേത്തിക്കോ സമൃദ്ധ കരെ. വേസ്റ്റ് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? ജൈവികമായിട്ട് അതിനെ റീസൈക്കിൾ ചെയ്ത് വളങ്ങളൊക്കെ ഉണ്ടാക്കുക. ഈ വളങ്ങൾ കൃഷിക്ക് ഉപയോഗിക്കുക. അങ്ങനെ കൃഷിയെ സമൃദ്ധമാക്കുക. അടുത്തത് ഗാന്ധിജി കി നമക്ക് കഥ. ഗാന്ധിജിയുടെ ഉപ്പ് കഥ അല്ലേ. ദേശ് ഭർ ലോക കിസ്കെ സാത്ത് ജുഡ്തേ രഹേ. നാട്ടിലെ ആളുകൾ മുഴുവൻ ആരായിട്ട് കൂടെ ഉണ്ടായിരുന്നത്? ഗാന്ധിജിയുടെ കൂടെ ഉണ്ടായിരുന്നത്. ഗാന്ധിജി अपने साथियों के साथ दांडी पहुंचकर समुद्र से नमक बनाया. इस पर रपट तैयार करें. പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ഇമ്പോർട്ടൻ്റ് ആയൊരു ചോദ്യമാണ്. ഗാന്ധിജി ദാണ്ഡി കടപ്പുറത്തേക്ക് പോയിട്ട് ഉപ്പെടുത്ത് ഉപ്പ്
ഉണ്ടാക്കി. അപ്പോൾ ഉപ്പുണ്ടാക്കിയ ഈ ദാണ്ഡി സത്യാഗ്രഹത്തിനെ കുറിച്ച് ഒരു റിപ്പോർട്ട് തയ്യാറാക്കാൻ പറയാം. അപ്പം ഗുജറാത്ത് ദാണ്ഡി സ്ഥലം ഏപ്രിൽ പിന്നെ മറ്റേ വർഷമൊക്കെ എഴുതുക. दांडी नमक सत्याग्रह, अंग्रेज सरकार ने नमक जैसी आवश्यक वस्तु पर अन्यायपूर्ण टैक्स दिया था. ഇംഗ്ലീഷ് സർക്കാർ അന്യായപൂർണ്ണമായിട്ടൊരു ടാക്സ് ഉപ്പ് പോലത്തെ അത്യാവശ്യമായിട്ടുള്ള ഒരു സാധനത്തിൻ്റെ മേലെ വെച്ചു. ആ ടാക്സിനെ എതിർത്തുകൊണ്ട് മഹാത്മാഗാന്ധിനെ अपने साथियों के साथ साबरमती आश्रम से दांडी तक अले साबरमती आश्रमത്തിൽ നിന്ന് ദാണ്ഡിയിലേക്ക് 241 मील की पैदल यात्रा की. പിന്നെ 1930 അല്ലേ ദണ്ഡി യാത്ര को दांडी समुद्र तट पर पहुंचकर उन्होंने चुटकी भर नमक बनाकर अंग्रेजी के नमक कानून को तोड़ दिया. ഇംഗ്ലീഷുകാരുടെ ഉപ്പ് നിയമം ലംഘിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യമാണ് പറയുന്നത്. ഓക്കെ, इस आंदोलन में देश भर से हजारों लोग शामिल हुए और भारत की स्वतंत्रता संग्राम को नई दिशा मिली. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിക്കുക. ഇതിൽ നിന്ന് റിപ്പോർട്ട് ഉണ്ടാവാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. അടുത്തത് നമ്മുടെ യഹ് ധർത്തി ഹെ ഉസ് കിസാൻ കി എന്ന് പറയുന്ന കവിതയാണ്. ഓക്കെ, അതിലെന്താ കൊടുത്തിരിക്കുന്നത്? കവിതയിലെ വരികൾ കൊടുത്തിട്ട് എഴുതാനാണ്. അന്ന കാ ഢേർ കബ് ലഗ് ജാത്താ ഹെ. नए वर्ष में नई फसल कटने पर अन्न का ढेर लग जाता है. अല്ലേ, नए वर्ष में नई फसल के ढेर अन्न का लग जाता है. കവിതയിലുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. कवितांश के आधार पर 2 सही प्रस्ताव चुनकर लिखे. नए वर्ष में नई फसल के ढेर अन्न का लग जाता है. यह धरती है उस किसान की, नहीं राव की, नहीं रंक की, नहीं किसी की धरती है केवल किसान की. यह धरती किसान की है, यह धरती किसान की है, यह धरती किसान की नहीं है, यह धरती केवल राह की है, यह धरती केवल रंग की नहीं है. അപ്പോൾ അത് രണ്ടും ശരിയാണ്. ഓക്കെ, यह धरती उस किसान की है और किसी की नहीं है. यह आशय वाली 2 पंक्तियां चुनकर लेगी. ഈ കൃഷിക്കാരൻ്റെതാണ് ഈ ഭൂമി എന്ന് പറയുന്ന 2 ആശയം എഴുതുക. नहीं किसी की धरती है केवल किसान की. कवितांश में स्वप्न के लिए प्रयुक्त शब्द कौन सा है? देख रहा है मिट्टी में सोने का सपना, मिट्टी की महिमा गाता है. അല്ലേ, സപ്നയാണ്. സ്വപ്നത്തിന് എന്താ പറയുക? സപ്ന. മഹിമ എന്ന് പറഞ്ഞാൽ ഗ്രേറ്റ്നെസ് ആണ്, മഹാത്മ്യമാണ്. ധർത്തി എന്ന് പറഞ്ഞാൽ ഭൂമിയാണ്, എർത്താണ്. മിട്ടി എന്ന് പറഞ്ഞാൽ മണ്ണാണ്. അപ്പോൾ സപ്നയാണ്, സ്വപ്നം, ഡ്രീം. ഓക്കെ, कवितांश के आधार पर 2 सही प्रस्ताव चुनकर लिखिए. നമ്മൾ പറഞ്ഞു किसान मिट्टी की महिमा गाता है, यह धरती किसान की है, किसान मिट्टी की महिमा गाता है. അടുത്തത് मिट्टी में ही सुख समृद्धि का सपना देखते हैं, वे अपनी मिट्टी की महिमा और महत्व समझते हैं. यह आशय वाले 2 पंक्तियां चुनकर लेंगे. देख रहा है मिट्टी में सोने का सपना, मिट्टी की महिमा गाता है. മണ്ണിൻ്റെ മഹിമ പാടുന്നു, മണ്ണിൽ സ്വപ്നങ്ങൾ കാണുന്നു. कविता में स्वप्न के लिए प्रयुक्त शब्द सपनेയാണ്, നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തതേ ഉള്ളൂ. ये कवितांश से आशय वाली 2 पंक्तियां किसान मिट्टी का पूर्ण पारखी है और धरती उसकी है. मिट्टी में सोने का सपना देखकर किसान जीवन बिता रहा है. यह धरती है उस किसान की जो मिट्टी का पूर्ण पारखी देख रहा है. मिट्टी में सोने का सपना. സിമ്പിളാണ്. കവിത എന്നുള്ള ഡയറക്റ്റ് ചോദ്യമാണ്. കവിത ഒരു 10 പ്രാവശ്യം വായിക്കുക, ബൈഹാർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് മക്കളെ അതിൻ്റെ അകത്തുള്ളത്. അപ്പോൾ സെറ്റല്ലേ, എല്ലാം ഓക്കെയാണ്. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ പാഠങ്ങൾ, നിങ്ങളുടെ ഖുദ്സെ പ്യാറായാലും പ്യാർ എന്ന് പറയുന്ന യൂണിറ്റുള്ള പാഠം, അതുപോലെ തന്നെ സാഫ് സഫായി മെ അവൽ ഗാവ്, ക്ലീൻ അല്ലേ, ക്ലീൻനെസ്സിനെ കുറിച്ചുള്ളത്, അതുപോലെ തന്നെ ഗാന്ധിജിക്ക് നമക്ക് കഥ, ഉപ്പ് കഥ, യഹ് ധർത്തി ഹെ ഉസ് കിസാൻ കി. ഈ 4 പാഠങ്ങൾ ക്ലിയർ ആയിട്ട് ടെക്സ്റ്റ് ബുക്ക് നല്ലോണം വായിച്ച് മനസ്സിലാക്കി പോയാൽ നമുക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. ടാറ്റ.